കണ്ണൂരിൽ നിന്നുള്ള വിവരത്തിലേക്ക് പോകാം. സാരംഗാണ് അവിടെ നിന്നും ചേരുന്നത്. സാരംഗ്, അല്പസമയം മുമ്പ് അവിടുത്തെ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടതാണ്. ആ പ്രദേശത്ത് സാരംഗ് നേരിട്ടുണ്ടായിരുന്നു. വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നും ആളുകളെയൊക്കെ മാറ്റി പാർപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ, മാറ്റാൻ പറ്റുന്നുണ്ടോ? എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? നമ്മളിപ്പോൾ ഉള്ളത് ഇത്തരത്തിൽ താഴെച്ചൊവ്വയിൽ നിന്നും ഇളയാവൂരിലേക്കുള്ള പാതയിലാണ്. ഇവിടെ ഒരു വശത്ത് തോടും മറ്റൊരു വശത്ത് നെൽവയലുകളുമാണ്. 2-3 ദിവസമായി തന്നെ പ്രദേശത്ത് ചെറിയ തോതിൽ തന്നെ വെള്ളക്കെട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ പാരമ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ആളുകൾക്കൊക്കെ തന്നെ വലിയൊരു ബുദ്ധിമുട്ടുണ്ട്. 2 നിലകളുള്ള വീടിൻ്റെ ഒരു നിലയുടെ കാൽഭാഗത്തോളം ഏകദേശം മുങ്ങുന്ന ഒരവസ്ഥയുണ്ട്. ഇത്രയും നേരമായി രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി ആളുകൾ തന്നെ സ്വയം ഇവിടെ നിന്ന് മാറി ബന്ധുവീടുകളിലേക്കൊക്കെ പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അധികൃതരുടെ ഭാഗത്തു നിന്നൊന്നും കൃത്യമായിട്ടുള്ള കേന്ദ്രീകൃതമായ രക്ഷാപ്രവർത്തനമൊന്നും ഇതുവരെ നടന്നിട്ടില്ല. ഈ പ്രദേശത്ത് ആളുകളൊക്കെ തന്നെ ബന്ധുവീടുകളിലേക്ക് മാറുകയോ അല്ലെങ്കിൽ ഉയർന്ന സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെയാണ് നടക്കുന്നത്. ഏകദേശം ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ തന്നെ നമ്മുടെ അരയ്ക്കൊപ്പം തന്നെ ഇവിടെ വെള്ളമുണ്ട്. വീടുകളിലൊക്കെ തന്നെ വാഹനങ്ങൾ പോലും പുറത്തേക്ക് നീക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. ഇവിടെയുള്ള യുവാക്കളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനത്തിലുള്ള എന്തെങ്കിലും സാധ്യതകൾ പരിശോധിക്കുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. അവർ റെയിൻകോട്ടുകളും മറ്റ് സാമഗ്രികളുമായി ഒക്കെ തന്നെ ആളുകൾ എവിടെയെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ നടത്തുന്നുണ്ട്. പക്ഷേ ആളുകളൊക്കെ തന്നെ ഇവിടെ ഈ വെള്ളക്കെട്ടിന് ഏകദേശം പുറത്തു നിൽക്കുന്ന അല്ലെങ്കിൽ വശങ്ങളിലായി നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെയുള്ള ആളുകൾ പൂർണ്ണമായും ഇപ്പോൾ ബന്ധുവീടുകളിലേക്ക് മാറിയിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ച് കുട്ടികൾക്കും സ്ത്രീകൾക്കും പ്രായമായവർക്കും ഒക്കെ തന്നെ ഇത്തരത്തിൽ ഇവിടെ നിന്ന് മാറി താമസിക്കാനും ഇവർക്ക് മാറ്റാൻ ഇവിടെ വലിയൊരു ബുദ്ധിമുട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് കാണാം. ഇപ്പോൾ ഇവിടെ കാണുന്ന തെങ്ങുകൾക്കൊക്കെ തന്നെ തെങ്ങുകളുടെയൊക്കെ കാൽഭാഗത്തോളം തന്നെ ഇപ്പോൾ വെള്ളം കയറി നിൽക്കുന്നൊരവസ്ഥയുണ്ട്. ഈ കാണുന്ന ഒരു വയലാണ്, അതിന് തൊട്ടപ്പുറത്ത് ചെറിയൊരു തോടുണ്ട്. ഇത്തരത്തിലുള്ള പ്രദേശത്തൊക്കെ തന്നെയാണ് ഇപ്പോൾ കാര്യമായിട്ടുള്ള വെള്ളക്കെട്ടുണ്ടാവുന്നത്. പ്രധാനപ്പെട്ട ഒരു റോഡാണിത്. കാരണം പ്രധാനപ്പെട്ട ഒരു കട്ട് റോഡാണ്. ആളുകൾക്കൊക്കെ തന്നെ താഴെച്ചൊവ്വ ടൗണിലടക്കം വലിയ തിരക്കുണ്ടാകുന്ന സമയത്ത് പെട്ടെന്ന് ഇളയാവൂരിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു പാതയാണിത്. അപ്പോൾ ഇവിടെ തിരക്കുണ്ടായത് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വെള്ളക്കെട്ടുണ്ടായത് ഇപ്പോൾ ആളുകൾക്ക് വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഗതാഗതത്തെ തന്നെ കാര്യമായ തോതിൽ ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മൾ കണ്ടൊരു കാഴ്ചയുണ്ട്. കുറച്ച് രക്ഷിതാക്കൾ കുട്ടികളുമൊക്കെ ആയി തന്നെ ഇവിടെ വന്ന് നിന്ന് എങ്ങനെയാണ് തങ്ങൾക്ക് വീട്ടിലേക്ക് പോകാൻ കഴിയുക എന്നുള്ള ചോദ്യം ഉന്നയിച്ചുകൊണ്ട് വെള്ളക്കെട്ടിന് പുറത്ത് നിസ്സഹായരായി നോക്കി നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണേണ്ടി വന്നു. എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ കാര്യമായ അധികൃതരുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ലെങ്കിൽ ആളുകൾക്ക് ഇവിടെ വലിയ തോതിലുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കാനുള്ള, ഒരു പക്ഷേ ആളുകൾക്ക് അടിയന്തര വൈദ്യസഹായം പോലും ആവശ്യമായി വരുന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് ഇത്തരത്തിൽ ഇളയാവൂർ റോഡിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. എന്തായാലും അധികൃതർ അടിയന്തരമായൊരു നടപടി എടുക്കണമെന്ന് തന്നെയാണ് ആളുകൾക്കും പറയാനുള്ളത്. ആളുകളൊക്കെ തന്നെ ഒരു പക്ഷേ രോഷാകുലരായിട്ടാണ് നമ്മളോട് പോലും പ്രതികരിക്കുന്നത്. ആളുകൾക്ക് വലിയ പ്രതികരണങ്ങൾക്കൊന്നും തന്നെ തയ്യാറാവുന്നില്ല. അധികൃതരോടുള്ള ആ ഒരു രോഷം പോലും നമ്മളോടും പലപ്പോഴും അവർ പ്രകടിപ്പിക്കുന്നതായിട്ടാണ് നമ്മൾക്കിപ്പോൾ മനസ്സിലാവുന്നത്. ഇവിടെ വാഹനങ്ങൾ പോലും ആളുകൾക്ക് ഇവിടെ നിന്ന് അനക്കാൻ കഴിയുന്നില്ല. കൊച്ചുകുട്ടികളെയൊക്കെ തന്നെ എങ്ങനെ ഇവിടെ നിന്ന് സുരക്ഷിതരാക്കി മാറ്റുമെന്നുള്ള ആശങ്കയാണ് വലിയ തോതിൽ രക്ഷിതാക്കൾക്കൊക്കെ ഉള്ളത്. ഇപ്പോൾ ഇത്രയും നേരമായിട്ട് നമ്മളിവിടെ വന്നിട്ട് ഏകദേശം 1 മണിക്കൂറോളമായി. ഇതുവരെ ഒരു സർക്കാർ സംവിധാനത്തെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഏജൻസിയോ ഇതുവരെ നമുക്കിവിടെ കാണാൻ സാധിച്ചിട്ടില്ല. ഇവിടെ പ്രദേശത്തുള്ള കുറച്ച് യുവജനങ്ങൾ മാത്രമാണ് ഇത്തരത്തിൽ എന്തെങ്കിലും രക്ഷാപ്രവർത്തനത്തിലുള്ള ചെറിയ തോതിലുള്ള ശ്രമങ്ങളെങ്കിലും നടത്തുന്നത്. ആദ്യ സമയത്ത് ഇത്രയും നേരമായിട്ടും അവിടുത്തെ നാട്ടുകാരുടെ നേതൃത്വത്തിലാണോ അവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്? ആരും ഇതുവരെയും എത്തിയിട്ടില്ല. ഈ ജനങ്ങളൊക്കെ ആരെങ്കിലും ബന്ധപ്പെടുന്നുണ്ടോ? അവരെന്താണ് പറയുന്നത്? ജനങ്ങൾ ബന്ധപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രദേശത്തൊന്നും, ഇതിന് സമീപത്തുള്ള പ്രദേശങ്ങളിലൊന്നും തന്നെ ഇപ്പോൾ ഇതുവരെയും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങാനുള്ള ഒരു നടപടിയിലേക്ക് അധികൃതർ ഇതുവരെ പോയിട്ടില്ല. ആളുകളൊക്കെ തന്നെ ബന്ധുവീടുകളിലേക്ക് ആശ്രയിച്ച് മുന്നോട്ടേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ്. ഇലക്ട്രിക് പോസ്റ്റുകളുടെ പകുതി പോലും വെള്ളത്തിൽ പോകുന്ന അവസ്ഥയായിട്ട് പോലും അധികാരികളോ അല്ലെങ്കിൽ പ്രദേശത്തുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ പോലും തിരിഞ്ഞു നോക്കാത്ത ഒരവസ്ഥ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അവസ്ഥയുണ്ടായതിനുള്ള അമർഷം പോലും നാട്ടുകാർ നമ്മളോട് പങ്കുവെക്കുന്നുണ്ട്. തീർച്ചയായിട്ടും സാരംഗാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ വീടുകളിലൊക്കെ ആൾക്കാരുണ്ട്. അവിടുത്തെ ജനങ്ങളുടെ നേതൃത്വത്തിലാണ് പല പ്രവർത്തനങ്ങളും അവിടെ നടക്കുന്നുണ്ട്. ബന്ധപ്പെട്ടവർ അവിടേക്ക് എത്തുന്നില്ല എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. സാരംഗ്, ഈ പ്രദേശത്ത് ഈ വീടുകളിലൊക്കെ ഇപ്പോഴും ആൾക്കാരുണ്ട് എന്നാണോ? പലരും ബന്ധുവീട്ടിലേക്കൊക്കെ മാറിയിട്ടുണ്ടോ ഇതിനോടകം തന്നെ? ബന്ധുവീടുകളിലേക്ക് ആളുകൾ മാറിയിട്ടുണ്ടെങ്കിലും വലിയൊരു ഭൂരിപക്ഷം ആളുകൾക്ക് നമ്മൾക്ക് ഇപ്പോൾ കാണാം. ഈ പ്രദേശത്തുള്ള പ്രധാനപ്പെട്ട വീടുകളൊക്കെ തന്നെ ഏറെക്കുറെ 3/4 പങ്കും വീടുകൾ തന്നെ ഇത്തരത്തിൽ 2 നില വീടുകളാണ്. ആളുകളൊക്കെ തന്നെ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക്, സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറുന്ന ഒരവസ്ഥയുണ്ട്.
ഇത്തരത്തിൽ ഒറ്റനില വീടുകളിലുള്ള ആളുകളാണ് ഇപ്പോൾ വലിയ പ്രതിസന്ധി നേരിടുന്നത്. മാത്രമല്ല തോടുകൾ വഴിമാറി ഒഴുകുന്ന ഒരവസ്ഥ കൂടി. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം പോലും വലിയ തോതിൽ ഇത്തരത്തിൽ തോടിൽ നിന്നുള്ള ഒരു വെള്ളം കുത്തിയൊലിച്ച് വരുന്ന ഒരു അവസ്ഥയുണ്ട്. നമ്മൾക്ക് പോലും നിൽക്കുന്നതിന് ഇപ്പോൾ ഇത്തരത്തിൽ നമ്മൾക്ക് നിൽക്കുന്നതിന് പോലും വലിയ ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഇത്തരത്തിലാണ് വെള്ളത്തിൻ്റെ ഒരു പ്രവാഹം. ഈ വരുന്ന മണിക്കൂറുകളിൽ ഇങ്ങനെയാണ് വെള്ളം കുത്തിയൊലിച്ച് വരുന്നതെങ്കിൽ ഈ പ്രദേശം പൂർണ്ണമായും വെള്ളത്തിനടിയിലാവുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാവും. തീർച്ചയായിട്ടും സാരംഗ്, അവിടെ നിൽക്കുന്ന സാരംഗിന്റെ അവസ്ഥയിൽ നിന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കും. ആ പ്രദേശത്ത് തൊട്ടടുത്തുള്ള വീടുകളിലൊക്കെ ആൾക്കാരുണ്ടോ? സാരംഗ് ആരെങ്കിലും കണ്ടിരുന്നോ? അവർ സാരംഗിന്റെ അടുത്തൊക്കെ എന്താണ് പറഞ്ഞത്? ഇപ്പോൾ ആരെങ്കിലും കാണുന്നുണ്ടോ? ഇവിടെ നമ്മൾ ഈ വെള്ളക്കെട്ടിനകത്തേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അപൂർവം ചില വീടിൻ്റെ പൂമുഖങ്ങളിൽ ആളുകളെ സമാനമായ രീതിയിൽ നമ്മൾ കണ്ടിരുന്നു. അവരൊക്കെ തന്നെ ആകെ ആശങ്കയിലാണ്. കുട്ടികളൊക്കെ തന്നെ ആദ്യം ഒരു കൗതുകത്തോടു കൂടിയും പിന്നീട് ആശങ്കയോടും കൂടിയാണ് ഇത്തരത്തിൽ വെള്ളക്കെട്ടിനെ നോക്കി കാണുന്നത്. പിന്നീട് അകത്തോട്ട് വരുന്ന സമയത്ത് നമുക്ക് പൂർണ്ണമായും ഇതിനകത്ത് ആളുകൾ പോലും ഉണ്ടോ എന്നുള്ള സംശയിക്കത്തക്ക വണ്ണത്തിലുള്ള രീതിയിലുള്ള ആളുകളെയൊന്നും പുറത്ത് കാണുന്നില്ല. വാതിലുകളൊക്കെ പൂർണ്ണമായും പൂട്ടിക്കിടക്കുന്നൊരവസ്ഥയുണ്ട്. എന്തായാലും ഇതിനകത്ത് ആളുകളുണ്ടോ എന്ന് പരിശോധിക്കാൻ പോലും നമ്മൾക്ക് പോലും പരിമിതികളുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ എളയാവൂർ റോഡിലുള്ള വെള്ളക്കെട്ട്. തീർച്ചയായിട്ടും ആ പ്രദേശത്തെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. സാരംഗ് അവിടെ നിൽക്കുമ്പോൾ പോലും ആ സ്ഥലത്ത് എത്രത്തോളം വെള്ളം ഉയരുന്നുണ്ട് എന്നുള്ള കൃത്യമായ വിവരം നമ്മൾക്ക് ആ ദൃശ്യത്തിൽ നിന്ന് പോലും മനസ്സിലാകുന്നുണ്ട്. പലരും ബന്ധു വീടുകളിലേക്കൊക്കെ മാറുന്ന ഒരു അവസ്ഥയാണ്. അതിന് കാര്യമായിട്ട് ഇടപെടേണ്ട ആൾക്കാർ അവിടേക്ക് വരുന്നില്ല എന്നുള്ളൊരു വലിയ പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. അവിടുത്തെ ജനങ്ങൾ തന്നെയാണ് പല കാര്യങ്ങളും ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. കണ്ണൂരിൽ ഈ വിധത്തിലുള്ള പ്രശ്നമാണ് നിലനിൽക്കുന്നത്. ഓരോ നിമിഷവും വെള്ളം ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണ്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പലയിടത്തും വനത്തിലൊക്കെ ഉരുൾപൊട്ടിയതായുള്ള ഒരു സംശയമുണ്ട്. ആളുകളൊക്കെ മാറി താമസിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത്രയും വലിയ രീതിയിൽ വെള്ളം ഉയർന്നു വന്നിട്ടും എന്തുകൊണ്ടാണ് അവിടെ കൃത്യമായിട്ടുള്ള നടപടികളിലേക്ക് അധികൃതർ പോകാത്തത് എന്നുള്ളൊരു വലിയ പ്രശ്നമുണ്ട്.